വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് രസമാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ബീട്രൂട്ട് രസം ഉണ്ടാക്കാവുന്നതാണ്. ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ചാറായിട്ട് കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് രസം കുടിക്കുന്നത് പോലെ തന്നെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വയ്ക്കുക. പുളിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ്. അതുമാത്രമല്ല പുളി ടേസ്റ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം പുളി വെള്ളത്തിലിടാനായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ ആകെ കൂടെ ഉപയോഗിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. കൂടുതൽ ബീട്രൂട്ടും കാര്യങ്ങളൊന്നും വേണ്ട. ഒറ്റ ബീട്രൂട്ടിൽ നമുക്ക് 4 പേർക്കുള്ള രസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക എന്നുള്ളതാണ്. കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബീട്രൂട്ട് ആദ്യം തന്നെ കുക്കറിലിട്ട് കൊടുക്കുക. കുഞ്ഞു കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് അടിച്ചെടുക്കാനുള്ളതാണ്. വേവിച്ചതിന് ശേഷം വലിയ പീസസ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വെള്ളം, അതിനൊപ്പം 1/4 സ്പൂൺ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ മതി. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിനെ ആദ്യം ചൂടാറാൻ വെക്കണം. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് അവിടെ വയ്ക്കുക. നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചാറായിട്ട് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ കഷ്ണങ്ങൾ നന്നായിട്ട് അടിച്ചെടുക്കാം. പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് വരാം. ചൂടാറിയതിന് ശേഷം അടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വരും ചൂട് കൂടിയാൽ. അപ്പോൾ ഇത് നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരണം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇതൊക്കെ ഇട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതൊക്കെ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡ് വാട്ടിയെടുക്കണം. വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് പേസ്റ്റ് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ ബീട്രൂട്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം കൂടെ ഇതിനകത്തേക്ക് അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ലൂസായിട്ടുള്ള രീതിയിലായിരിക്കണം രസം ഉണ്ടാവേണ്ടതല്ലോ. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യാണ്. ഈ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് രസം കിട്ടേണ്ടത്. ഏറ്റവും അവസാനം നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ പുറത്ത് തൂവി കൊടുക്കുക. നമ്മുടെ ബീട്രൂട്ട് രസം റെഡിയായി. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. നമ്മൾ ഇതുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.